രാജഗിരി ഹോസ്പിറ്റലിനടുത്ത് വളരെ വിശാലമായ ഒരു വീട്, 6.25 സെന്റിൽ 4 ബെഡ്റൂമുകളുള്ള വളരെ സ്പേഷ്യസ് ആയ ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. .2 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിന് 2 ഭാഗത്തായി ഫോൾഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി 4 മീറ്ററുള്ള ഒരു ഓപ്പണിംഗ് സ്പേസും ഈ ഭാഗത്തായിട്ട് 3.2 മീറ്ററുള്ള ഒരു ഓപ്പണിംഗ് സ്പേസുമാണ് ലഭിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത ഒരു വലിയ മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായി വരുന്ന ഈ വീടിന് 3 കാർ പാർക്കിംഗ് സ്പേസ് ആണ് ലഭിക്കുന്നത്. അതിൽ 2 കവേർഡ് കാർ പാർക്കിംഗ് ആണ്. ഏകദേശം 16.5 അടി നീളവും 14.5 അടിയിലേറെ വീതിയുമുള്ള ഒരു കാർ പാർക്കിംഗ് ആണ് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. വീടിന്റെ കിഴക്ക് ഭാഗമായ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ പാർക്കിംഗ് സ്പേസ് ആണ് ലഭിക്കുന്നത്. ഏകദേശം 14.5 അടിയിലേറെ നീളവും 13.5 അടിയിലേറെ വീതിയുമാണ് ഈ പാർക്കിംഗ് സ്പേസിന് ലഭിക്കുന്നത്. ഇതിന്റെ 2 ഭാഗത്തായിട്ട് 2 ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും നൽകിയിരിക്കുന്നു. വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് വലിയൊരു കിണർ വന്നിരിക്കുന്നത്. വീടിന്റെ വടക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം 6.5 അടിയിലേറെ വീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഒരു ഗ്രില്ലും നൽകിയിരിക്കുന്നു. ഈ ഗ്രില്ലിന്റെ പുറകിലായിട്ടാണ് കിച്ചൺ വരുന്നത്. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഏകദേശം 8.5 അടിയിലേറെ വീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. വീടിന്റെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം 3.5 അടി സെറ്റ് ബാക്ക് ആണ് നൽകിയിരിക്കുന്നത്. കാർപോർച്ചിൽ നിന്ന് നമ്മൾ വരുന്നത് ഗ്രാനൈറ്റ് പാകിയ ഒരു വളരെ വലിയ സിറ്റൗട്ടിലേക്കാണ്. ഏകദേശം 5 അടി വീതിയും 16.5 അടി നീളവുമുള്ള ഒരു വിശാലമായ സിറ്റൗട്ടാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കിഴക്ക് ദർശനമായി വരുന്ന മഹാഗണിയിൽ ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള ഒരു പ്രധാന വാതിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് പോകുന്നത്. ഏകദേശം 14.5 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്യാനായി ഇവിടെയായിട്ട് ഒരു വർക്ക് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 16 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഡൈനിങ് സ്പേസിന്റെ ഈ കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗം കവർ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിന്റെ ക്ലോസ്ഡ് കിച്ചണിലേക്കാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. ഏകദേശം 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ കിച്ചണിനുള്ളത്. കിച്ചണിന്റെ ഈ ഭാഗത്തും മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 12 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമുള്ള ഒരു വലിയ ബെഡ്റൂമാണിത്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നു.
അതേപോലെ മുകൾ ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ ഈ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 12 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ടാണ് കബോർഡ് നൽകിയിരിക്കുന്നത്. തെക്കും കിഴക്കും ഭാഗത്ത് ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമ്മൾ വീടിന്റെ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. SS, വുഡ്, ഗ്ലാസ് ഈ 3 മെറ്റീരിയൽ കൊണ്ടാണ് ഇവിടെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ ടോപ്പ് ഭാഗം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 18.5 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായി ഒരു ചെറിയ TV യൂണിറ്റും നൽകിയിരിക്കുന്നു. നമ്മൾ വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് കബോർഡ് നൽകിയിരിക്കുന്നു. ബാത്റൂംസിന് വുഡ് ഫിനിഷിലുള്ള ഫൈബർ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 13.5 അടിയിലേറെ നീളവും 11.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു. ാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വളരെ വലിയ ഒരു ഓപ്പൺ ടെറസാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് പോയിന്റും ടാപ്പും നൽകിയിരിക്കുന്നു. നമ്മൾ പോകുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ്. ഏകദേശം 16 അടി നീളവും 13 അടി വീതിയുമുള്ള വളരെ വലിയൊരു ബാൽക്കണിയാണിത്. ഹാഫ് പോർഷൻ കവേർഡും ബാക്കിയുള്ളത് ഓപ്പൺ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 750 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, സെസ്സിലേക്ക് 12 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 6.25 സെന്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ലോണിന്റെ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.